ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ MG യൂണിവേഴ്സിറ്റിയിലെ കോളേജുകളിൽ നിന്നും പഠിച്ചിറങ്ങിയ കുട്ടികളുടെ റിസൾട്ട് ഓൾറെഡി പബ്ലിഷ് ചെയ്തതായിരിക്കും, പക്ഷേ പഴയ റിസൾട്ടാണ്. ആ റിസൾട്ട് എങ്ങനെയാണ് നിങ്ങൾക്കിപ്പോൾ ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. അന്ന് റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, പക്ഷേ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാൻ മറന്നു പോവുകയോ അല്ലെങ്കിൽ ഇത് നമ്മുടെ നിന്ന് മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ അന്ന് പബ്ലിഷ് ചെയ്ത റിസൾട്ട് തിരിച്ച് ഒന്നുകൂടെ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് എളുപ്പത്തിൽ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഫോണിൽ നമുക്ക് ഫോണിൽ ചെയ്യാം കേട്ടോ എളുപ്പമായിട്ട്. സോ ഗൂഗിൾ ഓപ്പൺ ചെയ്തു, എന്നിട്ട് സെർച്ച് ബാറിൽ MGU റിസൾട്ട്സ് എന്ന് ടൈപ്പ് ചെയ്യാം. MGU റിസൾട്ട്സ് എന്ന് ടൈപ്പ് ചെയ്തു, അത് സെർച്ച് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും, MG യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് വരും. അതിൽ റിസൾട്ട്സ് എക്സാമിനേഷൻ എന്ന് പറയുന്നൊരു സൈറ്റ് വരുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തു. യെസ്, അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഈ ഒരു പേജാണ് ഓപ്പണായി വരുന്നത്. കണ്ടോ, നിങ്ങൾ ഏത് വർഷമാണ് അഡ്മിഷൻ എടുത്തത് എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. അപ്പം ഞാൻ എൻ്റെ റിസൾട്ട് തന്നെയാണ് ഡൗൺലോഡ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ 2016-19 ബാച്ചായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടത് 2013 അഡ്മിഷൻസ് എന്നുള്ള ആ ഒരു ഇതാണ് വേണ്ടത്. അപ്പോൾ 2013 മുതൽ അഡ്മിഷൻ എടുത്തവർക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. 2013 മുതലാണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യാം. 2013 മുമ്പ് അഡ്മിഷൻ എടുത്തവർക്ക് പ്രയർ ടു 2013 അഡ്മിഷൻസ് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. 2017 മുതൽ അഡ്മിഷൻ എടുത്തേക്കുന്നവർക്കാണെങ്കിൽ ആ മൂന്നാമത്തെ CBCS 2017 അഡ്മിഷൻ ഓൺവേർഡ്സ് എന്നുള്ളത് എടുക്കുക. അപ്പോൾ എനിക്ക് വേണ്ടത് 2013 അഡ്മിഷൻസ് ആദ്യത്തെയാണ്. അപ്പോൾ ഞാൻ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് കാണുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ കണ്ടോ, അപ്പോൾ ഒരു വലിയ ഒരു നോട്ടിഫിക്കേഷനാണ്. അതിൽ നിന്ന് ആ ഹൈഫണിന് ശേഷം റിസൾട്ട്സ് എന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യണം. മറ്റേ ആ ഒരു ഫസ്റ്റ് ആ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യരുത്, ആ റിസൾട്ട്സ് എന്നുള്ള അതിൽ മാത്രം തന്നെ ക്ലിക്ക് ചെയ്യാം. കാരണം മറ്റേതിൽ കുറേ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് ഓപ്പൺ ആയി വരുള്ളൂ. റിസൾട്ട്സിൽ ക്ലിക്ക് ചെയ്താലാണ് നമുക്ക് റിസൾട്ട് എടുക്കാൻ പറ്റുള്ളൂ. റിസൾട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ സെലക്ട് എക്സാമിനേഷൻ എന്ന് ക്ലിക്ക് ചെയ്യണം. അതായത് ഏത് എക്സാമാണ് 2013 തുടങ്ങിയുള്ള എക്സാംസിൻ്റെ ആ ഒരു ലിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഏത് സെമസ്റ്ററിൽ ഏത് എക്സാം ആണെന്ന് നോക്കാം. അപ്പോൾ എനിക്ക് വേണ്ടത് ഫസ്റ്റ് സെമസ്റ്റർ ഡിഗ്രി എക്സാമിനേഷൻ നവംബർ എന്നുള്ളതാണ്. കാരണം എനിക്ക് എൻ്റെ ഫസ്റ്റ് സെം ആ ഒരു ടൈമിലായിരുന്നു. കണ്ടോ, ഫസ്റ്റ് ഞാനിപ്പോൾ കൊടുത്തേക്കുന്ന ആ ഒരു അപ്പോൾ അതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുവാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ താഴെ PRN പെർമനൻറ്റ് രജിസ്റ്റർ നമ്പർ വന്നു. അപ്പോൾ എൻ്റെ രജിസ്റ്റർ നമ്പർ ഞാൻ ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, ഇവിടെ ഗെറ്റ് റിസൾട്ട് എന്നുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. എൻ്റെ റിസൾട്ട് എനിക്ക് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഫസ്റ്റ് സെമസ്റ്റർ ഡിഗ്രി എക്സാം റിസൾട്ടാണിത്. യെസ്, ഇനി നമുക്കിത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. റൈറ്റ് കോർണറിൽ മുകളിൽ റൈറ്റ് സൈഡിൽ 3 ഡോട്ട്സ് ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അത് ആ ഒരു അരമാർക്ക് ഒരു അണ്ടർലൈൻ എന്നുള്ളൊരു സിമ്പിൾ കണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഡൗൺലോഡ് എഗെയിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഡൗൺലോഡ് ആവും ഒന്നുകൂടെ. കണ്ടോ, അപ്പോൾ ഈ ഫയല് ഡൗൺലോഡ് ആയിട്ടുണ്ടെങ്കിൽ അത് ഓപ്പണിൽ ക്ലിക്ക് ചെയ്താൽ അത് ഓപ്പൺ ആവും. വേറെ ഒരു റിസൾട്ടും കൂടെ ഞാൻ നോക്കിയിട്ട് അത് കാണിച്ചു തരാം. എനിക്കിപ്പോൾ വേറെ സെമസ്റ്ററിൻ്റെ ഗ്രേഡ് കാർഡ് വേണമെന്നാണെങ്കിൽ, നിങ്ങൾക്ക് സെമസ്റ്റർ വൈസ് ഗ്രേഡ് കാർഡൊക്കെ അപ്ലൈ ചെയ്യാനാണെങ്കിൽ അടുത്ത സെമസ്റ്ററിൻ്റെ, അതായത് 6 സെമസ്റ്ററിൻ്റെ റിസൾട്ട് വേണ്ടി വരേണ്ടതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അത് നമ്മൾ റിസൾട്ട് എക്സാമിനേഷൻ എന്നുള്ള ആ ഒരു കോളം ഒന്നുകൂടി അവിടെ ചെന്നിട്ട് ആ ലിസ്റ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് സെക്കൻഡ് സെം എക്സാം എന്നാണ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ എനിക്ക് സെക്കൻഡ് സെം എക്സാം നടന്നേക്കുന്നത് 2017 മെയ് എന്നുള്ള ഓപ്ഷൻ ഞാൻ എടുക്കുവാണ്. ഓക്കെ, എന്നിട്ട് ഗെറ്റ് റിസൾട്ട് എന്നുള്ളതിൽ ഒന്നുകൂടെ, കാരണം അതായത് പെർമനൻറ്റ് രജിസ്റ്റർ നമ്പർ സെയിം ആയിരിക്കും. ഗെറ്റ് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, അപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ റിസൾട്ട് വന്നു.
സെക്കൻഡ് സെമസ്റ്ററിൻ്റെ റിസൾട്ട്. അങ്ങനെ ക്ലിക്ക് ചെയ്ത് എഗെയിൻ വേണമെങ്കിൽ അടുത്ത തേർഡ് സെമ്മിൻ്റെ റിസൾട്ടും അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് സെലക്ട് ചെയ്യുക. ആ ലിസ്റ്റിൽ നമ്മൾ സെലക്ട് ചെയ്യുക നമ്മുടെ ഏത് മന്തിലാണ്, അതേപോലെ ഏത് വർഷമാണെന്നുള്ളത് നിങ്ങളുടെ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റിലൊക്കെ കാണേണ്ടതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഏത് സെമസ്റ്റർ എക്സാം ആയിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക്, അതായത് സെമസ്റ്റർ എക്സാമിൻ്റെ ഇയറും മന്തും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് ഇനി റിസൾട്ട് ഡൗൺലോഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഗെറ്റ് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് 3 ഡോട്ട്സ് റൈറ്റ് കോർണറിലുള്ളതിൽ ക്ലിക്ക് ചെയ്തു. ഡൗൺലോഡ് എന്നുള്ള ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്തു. ഡൗൺലോഡ് എഗെയിൻ കൊടുക്കണം, കാരണം ഞാൻ ഓൾറെഡി ഇത് ഡൗൺലോഡ് ആക്കിയതായിരുന്നു. അപ്പോൾ ഇത് മുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്താൽ മതി. ഈ സെയിം റിസൾട്ട് തന്നെ ഡൗൺലോഡഡ് ആയിട്ട് ഇതാ ഓപ്പൺ ആയിട്ടുണ്ട്. കണ്ടോ, സെക്കൻഡ് സെമ്മിൻ്റെ റിസൾട്ടാണ്. സോ ഇതാണ് നിങ്ങൾക്ക് റിസൾട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് റിസൾട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇത് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.